to you. Happy birthday. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രതീക്ഷിക്കാണ്ട് നടന്നിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ തന്നെ പറയാം. എനിക്കും കുട്ടൂനും അതായത് വിചാരിക്കാണ്ട് നടന്നൊരു ദിവസമായിരുന്നു ഇത്. നമ്മളിപ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അതായത് എൻ്റെ വീട് എടക്കളത്തൂരാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തേക്ക് വന്നു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ വിജി മുൻപ് എന്നോട് ഒരു ചെറിയ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സാഗറിൻ്റെ ഫോണൊക്കെ പൊട്ടി, അപ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഒരു ഐഫോൺ എടുത്ത് കൊടുത്താലോ എന്നൊക്കെയുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ഒരു കേക്കും സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് തന്നെയാവത് സെറ്റ് ചെയ്യാന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം സാഗറിൻ്റെ പെങ്ങളും മളീനൊക്കെ വരുന്നുണ്ട്. നോക്കോ അത്ഭുതത്തോടെ. ഇതാണ് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലെ നമ്മുടെ സ്വന്തം പന്തല്. നടന്നോ. വരണ്ട് നടന്നോ. മതിരി പന്തല അത്ഭുതത്തോടെ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പിന്നെ തൃശ്ശൂർ പൂരൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ തിരക്കൊന്നും പറയാനില്ല. ചില ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. അത് കാരണം കൊണ്ട് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. കുഴപ്പമില്ല, നമ്മൾ നേരെ നെസ്റ്റോയിലേക്ക് വിട്ടു. നെസ്റ്റോയിൽ പോയിട്ട് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. വിജിക്കും കൂട്ടുവിനും ഓരോ ടീഷർട്ട് എടുത്തു. അപ്പോൾ വിജി പറഞ്ഞു നമുക്ക് കേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ മെയ് 4-നാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ സർപ്രൈസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നാണ് നമ്മൾ കേക്ക് കളക്ട് ചെയ്യണത്. അത് എവിടെ കാണാത്ത പോലെ വെക്കുക ഇത് കേക്ക്. അത് വേറെ ടാസ്ക്. സേഫ്. ഓക്കെ, എനിക്കറിയില്ല കേക്ക് പൊളിയാന്നല്ല. അയ്യോ അത് കാണും മടിയിലേക്ക് വെച്ചാൽ എത്താറായി തോന്നുന്നു. അവര് വന്നാലും ചാവി കിട്ടല്ലോ. കേക്ക് ഇവിടെ ഉണ്ട്. സേഫ്. നമ്മളിപ്പോൾ പോണത് വിജിയുടെ വീട്ടിലേക്കാണ്. അവിടെയാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടുന്നുണ്ട്. കാരണം നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് കൂടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. അപ്പോൾ സാഗർ വന്നിട്ട് പോയി, കാരണം പെങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോയി. പക്ഷെ നമ്മുടെ അടുത്ത് അളിയനുണ്ട്. അപ്പോൾ അളിയന് കാര്യം അറിയാം, പെങ്ങൾക്കും കാര്യം അറിയാം. അപ്പോൾ നമ്മളിത് കേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഗർ വന്നിട്ട് എടുക്കാൻ ഫ്രിഡ്ജ് തുറക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ബിയറൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്യണത്. എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സർപ്രൈസ് കൊടുക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Ayo. Birthday to you. Happy birthday to you. Ayo, boleh diskala. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. ആ ഷർട്ട് ഇട്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തായിരുന്നു. നമുക്ക് അതിലൊരു സെൽഫി എടുക്കാട്ടോ. ഓപ്പൺ ആക്കിയ അയ്യോ എന്താണോ സാഗർ ഇത് വേണ്ടാന്ന് പറഞ്ഞ് എന്തെങ്ങനെ കാണിക്കണേന്നൊക്കെ ആരും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പൈസ എന്തിനാ കളഞ്ഞേന്നുള്ള രീതിയിലാണ് അവളോട് ചോദിക്കണത്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവൻ ചോദിക്കണത്. എന്താ പറയുക, ഇപ്പോൾ വിജിയുടെ അതായത് ശിവ് ജനിക്കുന്ന ടൈമിലുണ്ടായിരുന്ന ഫോണില്ലേ, അതാണ് സാഗർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം സാഗറിൻ്റെ പഴയ ഫോൺ പൊട്ടിയപ്പോൾ ഇത് മതി, ഇനി വേറെ ഫോണൊന്നും വേണ്ട, ഐഫോണൊക്കെ എന്തിനാ എടുത്തതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചോദിച്ചത്. അങ്ങനെ നമ്മൾ ഇതേ കേക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റായിട്ട് അടിപൊളി കേക്കായിരുന്നു.
ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്തോ ഹാപ്പി ബർത്ത്ഡേ സൈക്കോകളായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതായത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. പുലർച്ചെ ഒരു 4 മണിയോട് കൂടെ തന്നെ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടേക്കായിട്ട് കിടന്നു. ഞങ്ങൾ പിന്നെ രാവിലെ എണീറ്റു. ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകണം, ഫുഡ് കഴിക്കണം. അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അളിയനെടുത്ത കാറ്, അതായത് സാഗറിൻ്റെ അളിയനെടുത്ത കാറ്. അപ്പം എല്ലാവരും കൂടി ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടേ. അപ്പോൾ അത് എന്താ പറയുക, സ്കൂൾ തുറക്കണേക്കാൾ മുമ്പ് പോകണമെന്നാണ് വിചാരിക്കണത്. കുറേ സ്ഥലങ്ങൾ പോയി, എന്നാലും ഏതും കൂടി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഷീവും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവർ 3 ആളും ഷീവും കൂടി കയറിയിട്ട് അവർ 2 ആളും എന്താ പറയുക ഭയങ്കര സെറ്റായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കളിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നൈറ്റ് എക്സിബിഷൻ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എല്ലാ കൊല്ലം പോവും, ഈ കൊല്ലം പോയിട്ടില്ല. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കാറായി അതിൻ്റെ തിരക്കാവും, പോകാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ എക്സിബിഷനായിട്ട് കാണാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ നേരെ ടൗണിലേക്ക് വരുള്ളൂ. ഷിവുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. ഒരു ജോഡി കൊടുത്തേ വിട്ടിട്ടുണ്ട്, എന്നാലും ഞാനൊരു ജോഡി എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് മാറാമെന്ന് വിചാരിച്ചു. ഞങ്ങളിത് എക്സിബിഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെയും കുറേ സ്റ്റാളുകൾ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചൂടാണെങ്കിൽ ഒടുക്കത്തെ ചൂടാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചെറിയ മിനി ഫാൻ മേടിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും കുട്ടികൾക്ക് പിന്നെ എളുപ്പമല്ലല്ലോ. എനിക്കാണെങ്കിൽ ചൂട് പറ്റണേ ഇല്ല, പെട്ടെന്ന് വിയർക്കും. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മളിത് സാധനം, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ എപ്പോഴും ഉള്ള പോലെ തന്നെ ഇത് തന്നെയാണ് എല്ലാ കൊല്ലം ഉണ്ടാവുക. ചെറുപ്പം തൊട്ടേ വരുന്നതല്ലേ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. പിന്നെയും മിഠായി സംഭവങ്ങളൊക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പേടിയാണ് ഇങ്ങനെ കുറേ മിഠായികളൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ. കുറേ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തത്. അത് ഒന്നോ രണ്ടെണ്ണം കഴിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് കയ്യിൽ തരികയും ചെയ്തു. അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ വലിയ വില കുറവെന്നൊന്നും പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള വിലയുണ്ട്. പിന്നെ നമുക്ക് ഓൺലൈനിൽ മേടിക്കുകയാണ് പിന്നെയും ഭേദമെന്ന് എനിക്ക് തോന്നിപ്പോയി. അത് എല്ലാ കൊല്ലം അങ്ങനെയാണ്, ഈ സാധനങ്ങളൊക്കെ കാണും, അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കാം, ഇതൊക്കെ എന്തിനാ ഇവിടെ നിന്ന് മേടിക്കണമെന്ന് വിചാരിക്കും. അങ്ങനെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ ഇത് 2 ആൾക്കും പഞ്ഞിമിഠായൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫിഷുകളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. നല്ല വെറൈറ്റി ഫിഷുകളെ കാണാൻ പറ്റിയിട്ടാണ്. ഒരു അക്വേറിയം നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഷിവ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നമ്മുടെ ചാവക്കാടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ കാണാനൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാൻ പോകണനി. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പിരിയും, അതാണ് പ്ലാൻ. അപ്പോൾ നമ്മളത് കഴിഞ്ഞപ്പോൾ മറ്റേ ഇവിടെ മെർമെയ്ഡ് ഉണ്ടായിരുന്നു. മെർമെയ്ഡിനെ ഞാൻ റീലിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ എക്സിബിഷന് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എക്സിബിഷൻ കണ്ടാലും ഈ അക്വേറിയത്തൊന്നും കാണാൻ വേണ്ടി കയറാറില്ല. വേഗം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള തിരക്കിലിങ്ങനെ നടക്കും. ശിവനാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴേ ബൈക്കിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീലി മോളിനെ കയറ്റിയപ്പോൾ പീലി പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് പീലി ഇറങ്ങി. പീലിക്ക് പറ്റണില്ല, ഇതിൽ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് എത്തിയപ്പോഴും പീലിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് പീലി ഇറങ്ങി. അതിനെന്താ വേറൊരാളിത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വിജിക്ക് ഇഷ്ടം. അപ്പോൾ വിജി കയറിയിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഇനി വേറെ ഏതെങ്കിലുമൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ടിരിക്കണത്. കൂടെ കുട്ടുണ്ടാവും, അളിയനുണ്ട്. 3 ആളെയും കൂടി നടുക്കിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. പിന്നെ പോണ പോലെയല്ല, കയറി കഴിഞ്ഞപ്പോൾ മുഖത്തെ എക്സ്പ്രഷനൊക്കെ മാറി തുടങ്ങി. പിന്നെ കുട്ടൂനെ അള്ളി പിടിച്ചങ്ങോട്ട് ഇരുന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം ഗൈസ്. ബൈ.